പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി തുടരുകയാണ്. സമുദ്രാതിർത്തി പൂർണ്ണമായും അടച്ചതായും പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തിയതായും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിറക്കി. അതിർത്തിയിൽ യുദ്ധക്കപ്പലുകളുടെ വിന്യാസവും പരിശീലനവും തുടരുകയാണ്. പാകിസ്ഥാനുമായുള്ള വ്യോമാതിർത്തി അടച്ചതിന് പിറകെയാണ് സമുദ്രാതിർത്തിയിലും ഭാരതം കടുത്ത നടപടി സ്വീകരിച്ചത്. സമുദ്രാതിർത്തി അടച്ചതായും പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തിയതായും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിറക്കി. ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ അതിർത്തി കടക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവ് അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്തുമെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 1958 മർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരം ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. സമുദ്ര അതിർത്തികളിൽ യുദ്ധക്കപ്പലുകളുടെ വിന്യാസവും നാവികസേനയുടെ പരിശീലനവും നിരീക്ഷണവും ശക്തമാണ്. കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ ചരക്ക് നീക്കം നടത്തുന്നതും തടഞ്ഞുകൊണ്ടാണ് വ്യാപാരബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കര, വ്യോമ, സമുദ്രാതിർത്തികളിൽ ഭാരതം കടുത്ത നടപടികൾ തുടരുകയാണ്. ജനം, ഡൽഹി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എല്ലാ വഴിയിലൂടെയും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഭാരതം നൽകുന്നത്. ഏറ്റവും ഒടുവിലായി തുറമുഖത്തിലെത്തുന്ന പാകിസ്ഥാൻ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല മാർഗങ്ങളിലൂടെയുള്ള നിരോധനങ്ങൾ തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മാത്രമല്ലാതെ ഇനിയും കനത്ത തിരിച്ചടികൾ കൂടി പാകിസ്ഥാന് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പല്ലേ ഉള്ളത്? വിഷ്ണു, തീർച്ചയായും പഹൽഗാമിൽ വീണിട്ടുള്ള ചോരയ്ക്ക് ഒരു കനത്ത പ്രഹരം പാകിസ്ഥാനും ഭീകരശക്തികൾക്കും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു തിരിച്ചടി ഏത് രീതിയിലായിരിക്കും, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അതിനു മുൻപേ തന്നെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമെല്ലാം തന്നെ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള തുടർ നടപടികളാണ് ഭാരതം സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നയതന്ത്ര തലത്തിൽ കനത്ത നടപടികൾ സ്വീകരിച്ചു. അതിനു പിറകെ വ്യോമാതിർത്തി കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. പാകിസ്ഥാൻ വഴിയും യാതൊരു തരത്തിലും വ്യോമ ഗതാഗതം സാധ്യമല്ല എന്നും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ളതും തിരിച്ചുമുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ സമുദ്ര അതിർത്തി പൂർണ്ണമായും അടച്ചുകൊണ്ട് കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ പതാക വഹിക്കുന്ന ഒരു കപ്പൽ പോലും ഭാരതത്തിൻ്റെ സമുദ്ര അതിർത്തി കടക്കരുത്, ഒരു തുറമുഖങ്ങളിലും പാകിസ്ഥാൻ കപ്പലുകൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ആ ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന് സമാനമായി പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് ഒരു ഇന്ത്യൻ കപ്പലും മുൻപോട്ട് പോകരുത് എന്ന നിർദ്ദേശം കൂടി അതേ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1958 മർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരം ദേശീയ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമുദ്ര അതിർത്തിയിലും കർശനമായ നിലപാട് ഇപ്പോൾ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാന് നേരെ സമുദ്ര അതിർത്തി അടയ്ക്കുന്നു. പാകിസ്ഥാന്റെ കപ്പലുകൾക്ക് ഭാരതത്തിൽ പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അടിയന്തരമായി പ്രാബല്യത്തിൽ വരും. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഇതായിരിക്കും തൽസ്ഥിതിയെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ അതികർശനമായിട്ടുള്ള തുടർ നടപടികൾ, നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതുമാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് കാര്യ മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആകെ വാഘ അട്ടാരി ബോർഡർ വഴിയായിരുന്നു, ചെക്ക് പോസ്റ്റ് വഴിയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആളുകൾ ഇത്തരത്തിൽ പൊക്കോണ്ടിരുന്നത്. അത് നേരത്തെ തന്നെ അടച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചു. സമുദ്ര അതിർത്തിയിൽ ഇന്ന് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഭാരതം ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. യാതൊരു തരത്തിലും പാകിസ്ഥാനിൽ നിന്ന് എണ്ണയോ പഴവർഗ്ഗങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത്. അത് പൂർണ്ണമായും വിലക്കി. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാവുക മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വഴി, അത് കരമാർഗവും സമുദ്രമാർഗവും വലിയ രീതിയിലുള്ള ചരക്ക് നീക്കം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അത്തരത്തിൽ ഇന്ത്യൻ അതിർത്തികൾ വഴി, അത് സമുദ്ര അതിർത്തിയാണെങ്കിലും വ്യോമ അതിർത്തിയാണെങ്കിലും ഇന്ത്യൻ അതിർത്തികൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് ചരക്ക് നീക്കം പാകിസ്ഥാൻ നടത്തുന്നതും പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യമാണ് എന്ന് ലോകരാഷ്ട്ര വേദികളിൽ, ഐക്യരാഷ്ട്രസഭയിലും മറ്റു ലോകവേദികളിലും തുറന്നു കാട്ടിക്കൊണ്ട് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ നിലപാടാണ് ഈ മേഖലയിൽ, ഇന്തോ പസഫിക് മേഖലയിൽ തന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്ന സന്ദേശവും വസ്തുതയും തുറന്നു കാട്ടിക്കൊണ്ടാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള നടപടി പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഭാരതം സ്വീകരിക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.